ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേറെ വഴിയില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ജനിച്ച് വളർന്ന മണ്ണാണ്. 100-150 വർഷം താമസിക്കുന്ന ആൾക്കാരാണ്. ഞാൻ എനിക്കിപ്പോൾ 38 വയസ്സായി. ഇത്ര വർഷം ഞാൻ തന്നെ ഇവിടെ എൻ്റെ അച്ഛൻ മുതൽ ഇവിടെ താമസിക്കുന്നതാണ്. ഈ സർക്കാർ രേഖകൾ പുറമ്പോക്ക് ഭൂമിയാണ്. അതിനകത്തൊരു കള്ളാധാരം ഉണ്ടാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്ക് പട്ടയോ ഇപ്പോൾ മുന്നാധാരമോ നിങ്ങൾക്ക് പട്ടയമുണ്ടോ? ഞങ്ങൾക്കും പട്ടയമില്ല. കേസ് കിടക്കുന്ന സ്ഥലമാണ്. ഇതിന് 76 തുടങ്ങിയ കേസാണ്. അത് 82 ഞങ്ങൾക്ക് വിധിയായ കേസ്. ആ കേസ് നിലനിൽക്കാൻ അവർ വേറെ കേസ് ഫയൽ ചെയ്തിട്ട് കള്ളാധാരം ഹാജരാക്കിയിട്ടാണ് അവർ രേഖ ഉണ്ടാക്കിയെടുത്തത്. കള്ളാധാരമാണ്. റീസർവ് പ്രകാരമാണെങ്കിലും അപ്പോഴും റീസർവ് 88 കാലഘട്ടം നടന്നത്. അപ്പോഴും ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്. സർക്കാർ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഭൂമി കിട്ടണം. കാരണം സ്വകാര്യ വ്യക്തിക്ക് ഈ കള്ളാധാരം ഉണ്ടാക്കി കൊടുക്കുന്ന സർക്കാർ ഭൂമി വഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാർ ഭൂമിയാണത്. സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ഞങ്ങൾ പറയാനുള്ളൂ. സർക്കാരിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? സർക്കാരിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി വേറെ ആരും പറയാനില്ല. കാരണം കള്ളാധാരം വെച്ചിട്ടാണ് അവർ വീതി ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഞങ്ങളിൽ പൈസ ഇല്ല. ഞങ്ങൾ അന്നു ജോലിക്ക് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കോടതി ഉത്തരവായിട്ടാണ് ആ കോടതി ഉത്തരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവാണ്. അത് സുപ്രീം ശരി വെച്ച് വാദം കേട്ടിട്ടൊന്നും പിന്നെ റിവ്യൂ കൊടുത്തിട്ടൊന്നുമില്ല. അതിന് പോലെ പൈസ നമ്മുടെ കയ്യിലില്ല. ഈ കള്ള ആധാരം ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ ഈ സ്ഥലം ഉൾപ്പെടുന്ന 2.5 ഏക്കർ ഉൾപ്പെടുന്ന 19 ഏക്കർ അളക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് വേറെ നിലവിലുണ്ട്. ഈ 19 ഏക്കർ അളന്നിട്ട് പുറമ്പ് കണ്ടെത്താൻ ആ വിധി നടപ്പാക്കാതെയാണ് ഇവർ ഈ അതിക്രമം കാണിച്ചത്. അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ അച്ഛനും നെഞ്ചത്ത് പോലീസ് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടായേക്കാണ്. എനിക്ക് പിടിച്ച് വലിച്ചത് ഇവിടെയൊക്കെ ബോഡി പൊട്ടിയേക്കുന്നത്. പോലീസുകാർ വെറുതെ വലിക്കാറ്. കാരണം ഞങ്ങൾ കിടക്കുന്ന സർക്കാർ ഭൂമിയിലാണ്. സർക്കാർ ഏറ്റെടുക്കുന്ന സാധനം സർക്കാർ ഏറ്റെടുക്കാനാണ് പറയുന്നത്. പ്രതിഷേധം തോന്നുന്നു. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ജനിച്ച് വളർന്ന മണ്ണാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ വർഷങ്ങളായി ജനിച്ച് വളർന്ന മണ്ണ്. ഞങ്ങൾ വേറെ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങൾക്ക് ആരും വാഗ്ദാനം പറഞ്ഞു. പക്ഷേ ഇവർ നാട്ടുകാരെന്ന് മൊത്തം ഞങ്ങൾക്ക് 5 സെന്റ് തന്നിട്ടുണ്ടെന്നൊക്കെയാണ്. ഒരു സെന്റ് ഭൂമിയിൽ ഇവർ തരലാന്ന് ഈ തടിത്തുറമ്പ് സ്റ്റേഷനിൽ നിന്നിട്ടാണ് അവർ പറഞ്ഞത്. സിയുടെ മുമ്പിലും പഴയ ഈ ഉടമയാന്ന് പറയുന്ന വ്യക്തികൾ, പക്ഷെ ഇവിടെ ഉടമയല്ല, കള്ളാധാരം വെച്ചതൊക്കെയാണ്. ഈ സ്റ്റേഷനിൽ വെച്ച് പഴയ സിയുടെ മുമ്പിലും പഴയ MLA ശ്രീനിജന്റെ മുമ്പിൽ നിന്നിട്ട് അവർ പറഞ്ഞു ഒരു സെന്റ് ഭൂമി പോലും ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിലിപ്പോൾ ഞങ്ങൾക്ക് 5 സെന്റ് ഭൂമി വെച്ച് അവർ കൊടുത്തിട്ടുണ്ട്. പഴയ സർക്കാർ പറഞ്ഞ് ഇവിടെ സ്ഥലം അളക്കാൻ വേണ്ടി കുറച്ചോ വീടുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നോട്ടീസ് കൊടുക്കുന്നതാണ് സ്ഥലം അളക്കാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ 19 ഏക്കർ അളക്കാനുള്ളൂ നോട്ടീസ് കൊടുത്താണ്. ചെയ്യുന്നില്ല. ഇവര് താലൂക്കിനുള്ളിൽ ചെയ്യുന്നില്ല. ഈ പറയുന്ന വ്യക്തികൾക്ക് താലൂക്കിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ രേഖകൾ ഹാജരാക്കാൻ അവർ ഹാജരാക്കിയിട്ടില്ല ഇതുവരെ.